അങ്ങനെ ആറു വേലയിൽ ഞങ്ങൾ കാല് കുത്തിയിരിക്കണം. വാട്ട് എ ബ്യൂട്ടിഫുൾ സ്ഥലം. ഞാനിവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടോ. ഗുഡ് മോർണിംഗ് കാശ്മീർ. ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ്, 3rd ഡേ. സാധനങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയുടെ അവസ്ഥയൊക്കെ നോക്കി പൊടി അടിച്ച് ബാഗ് ഓൾറെഡി എല്ലാം പാക്കാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരും റെഡി ആവാൻ പറ്റും. ഇന്ന് ഞങ്ങൾ പഹൽഗാം പോവാണ്. പഹൽഗാം പോയി ഒന്ന് ചില്ലാക്കണം. അവിടെയാണെന്ന് ലാസ്റ്റ് ഞങ്ങൾ ചെല്ലുന്നത്. ഇതാട്ടോ ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ. മൊത്തം 10-12 റൂമുണ്ട്, 3 നിലയാണ്. ഫുള്ള് വൈഫൈ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല റൂം. പിന്നെ റൂമിൻ്റെ അവസ്ഥ കുറച്ച് മോശമാണ്, കാരണം ഞങ്ങൾ താമസിച്ചാടി ഇന്നലെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാണ്. എന്തായി ഗൈസ്? എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതാട്ടോ റൂം. പിന്നെ ഇത് കബോർഡാണ്. ഷൂ ഒക്കെ അവിടെ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓണറുടെ അവരെ വീട്. സോ ഓൾറെഡി സെറ്റാണ്. ഇനി പോകണം പഹൽഗാമിലേക്കാണ് ഇനി അടുത്ത യാത്ര. നമ്മളങ്ങനെ പോവാട്ടോ തിരിച്ച്. ഇനി എല്ലാവർക്കും ബായ്. ഫയർഫ്ലൈ ഹോം സ്റ്റേനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ഹോം സ്റ്റേ ആണ്. എസ്പെഷ്യലി ഫോർ നമ്മുടെ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോഴും ഫാമിലി ആയിട്ട് വരുമ്പോഴും എല്ലാം അടിപൊളിയാണ്. ശരിക്കും നമുക്ക് ചില്ല് ചെയ്യാം. ഞങ്ങൾ ശരിക്കും ഈ ഒരു ഹോം സ്റ്റേയിൽ ചില്ല് ചെയ്തതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ശരിക്കും എൻജോയ് ചെയ്യാം. നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നിട്ട് കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നു കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് വരിക. കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുക്ക് ചെയ്യണവർക്ക് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫുഡൊക്കെ മേടിച്ച് ഒന്ന് ഉഷാറാവാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്താണിത്. അപ്പോൾ പുറത്തുനിന്നൊരു വണ്ടിയോ ആൾക്കാരോ അങ്ങനെയൊന്നും കയറി വരില്ല. ഇതൊരു പ്രൈവറ്റ് പ്ലേസ് പോലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് സൂപ്പറാണ് എല്ലാം. പിന്നെ റൂം നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. റൂമെല്ലാം കുഴപ്പമില്ല, നല്ല റൂമാണ്. പിന്നെ ആൾക്കാർ പെരുമാറ്റവും കാര്യങ്ങളും. പിന്നെ ഞങ്ങളുടെ നിന്ന് പെർ ഹെഡ് 170 ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 170. അപ്പോൾ 6 പേരുണ്ടായിരുന്നു. അത് കശ്മീർ ചിലപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ സീസൺ ആകുമ്പോൾ കുറച്ച് ഇതിനും കൂടുതലുണ്ടാവും. പക്ഷേ ഈ ഒരു സീസണിൽ, വിൻ്റർ സീസണിൽ 170 ആണ് പെർ ഹെഡ് ഞങ്ങളിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹോം സ്റ്റേ തന്നെയായിരുന്നു. നിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടാമ്പിയിലുള്ള ഒരു പയ്യനാണ് ഇതിൻ്റെ ഒരു ടേക്ക് കെയർ ചെയ്യുന്നത് ഇതിൻ്റെ. അപ്പോൾ അവൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പാർക്കിംഗ് സ്പേസൊക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസും ഒക്കെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയോ പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ അവർ ചെയ്യുന്നുണ്ട്. സോ ബൈ ടു ഫയർഫ്ലൈ ഹോം സ്റ്റേ. ശ്രീനഗറിലെ ലാൽ ചോക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി മാർക്കറ്റാണ് ലാൽ ചോക്ക് മാർക്കറ്റ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും ശ്രീനഗർ വിടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പഹൽഗാം പോവും. പഹൽഗാം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരില്ല, നേരെ ജമ്മുവിലേക്കാണ് പോകുന്നത്. അപ്പോൾ ശ്രീനഗറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്യൂട്ടിയസ്റ്റ് മാർക്കറ്റായ ലാൽ ചോക്കിലേക്കുള്ള പോക്കാണ്. ഇവിടുത്തെ എല്ലാ ഇതൊക്കെ നമുക്ക് ആർക്കിടെക്ചറൊക്കെ എല്ലാത്തിൻ്റെയും കിട്ടുന്നുണ്ട്. അതാണ് മാർക്കറ്റ്, ശ്രീനഗറിലെ ലാൽ ചോക്ക് മാർക്കറ്റ്. നോക്കി ഊഞ്ഞാലൊക്കെ കെട്ടി, ഊഞ്ഞാലല്ല മറ്റേ ഇരിക്കാനുള്ള ഇതൊക്കെ നല്ല രസത്തിൽ അവർ വെച്ചിട്ടുണ്ട്, ഊഞ്ഞാല് പോലെ. പിന്നെ ഇവിടെ ഫുള്ളി എന്താ പറയുക, സെക്യൂർഡാണ്. ഫുൾ ടൈം പോലീസും പട്ടാളമൊക്കെ വന്നിട്ട് നോക്കി കൊമ്പോ ഹെവി അല്ലേ. എന്തല്ലേ ലണ്ടനിലത്തൊക്കെ പോലുണ്ട് അല്ലേ? ലണ്ടൻ്റെ മറ്റേ വാച്ചൊക്കെ അല്ലേ ഇതൊക്കെ. ഇതാണ് ഇവിടുത്തെ സെറ്റ് സ്ഥലം കേട്ടോ, രക്ഷയില്ല. ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിനൊന്ന് ഇരുന്നോക്കട്ടെ. ഇതിന് വന്ന് ഇരിക്കണോ? ഇതിനൊന്ന് ഇരുന്നോക്കിയൊക്കെ ഗാർഡൻ നോക്കട്ടെ. കുഴപ്പമില്ല, സെറ്റാണ്. വരുന്നുണ്ടോ ഇരിക്കാൻ? ഇത് നൈസായിട്ട് ആടുണ്ടോ?
ये वाला शॉप ये अंकल Leave that. This is too far away. Okay. We need to taste the harissa. Yeah. You can go straight from here. वो जो white building है ना, वो वाला क्रॉस करके रोड क्रॉस करो. व्हाइट बिल्डिंग है, सीधा इसी लाइन में जाओ, लेफ्ट हैंड में आएगा. किसी को भी बोला हरीसे का दुकान कहाँ है. There are two. One is a down, one is a first floor. Okay. Both up. Where you get available, you can get there. Okay, thank you. सीधा वहाँ से आगे अगर कुछ कश्मीरी आइटम लेना होगा, come to Dignity Mall. Okay. Wholesale price you can get nice jacket, sweater, shawl. Yes. 200 rupees starting shawl. Yes, we will come. Farron है हमारे पास. അപ്പോൾ ഞങ്ങൾ ഹരീസ കഴിക്കാൻ വേണ്ടി വാങ്ങിയിട്ട് പോണോ അതോ ഹരീസ ഇരുന്ന് കഴിക്കാം. കഴിച്ചിട്ട് വരുന്ന വാങ്ങിക്കാം? ഹരീസ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വഴിയാണ്, ഈ ഒരു വെള്ള ബിൽഡിങ്ങിൻ്റെ അവിടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോയോക്കട്ടെ. ഹരീസ കഴിക്കാൻ വേണ്ടിയിട്ട് ദിൽഷാൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ദിൽഷാൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഹരീസ കഴിക്കണം. ഞാൻ ദുബായിലാകുമ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നതാണ് ഹരീസ. അതിൻ്റെ ശേഷം പിന്നെ കശ്മീരാണ് കഴിക്കാൻ പോണത്. ദുബായിലാകുമ്പോൾ അവിടെ ഈ റമദാന് നോമ്പ് തുറക്കുമ്പോഴേ ഹരീസ പറഞ്ഞ ഡിഷ് ഉണ്ടാവും അവിടെ. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല നല്ലൊരു ഹരീസ. നാട്ടിലൊന്നും എനിക്കറിയില്ല അവൈലബിലിറ്റി ഉണ്ടോ ദിൽഷാദ് റെസ്റ്റോറൻറ്റ്. ഇതാ അവിടെയാണ് ഹരീസ കേട്ടോ, ദിൽഷാൻ റെസ്റ്റോറൻറ്റ്. കശ്മീരിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിൽഷാദ് റെസ്റ്റോറൻറ്റിൽ ഹരീസ കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണം കേട്ടോ. ഹരീസ ഹബ്ബ് എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ദിൽഷാൻ റെസ്റ്റോറൻറ്റിൽ. ഇവിടെ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കശ്മീരി ബ്രെഡ് ഉണ്ട്, ലാവ അങ്ങനെ തൊട്ട് അതിൻ്റെ പേര് ലാസ് അങ്ങനെ തൊട്ട് കശ്മീരി ബ്രെഡ്. ഇത് കോംപ്ലിമെൻ്റാണ് തോന്നുന്നു. ഇവിടെ ഒരു ആപ്രൂട്ടിൻ്റെ വാൾനട്ടിൻ്റെ ചട്നി ഉണ്ട്. ഇതാണ് ഹരീസ. പക്ഷെ ഗീ ലാമ്പിൻ്റെ ഇത് ഗോതമ്പിൻ്റെ എല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ മുകളിൽ ഇതൊക്കെ ഉണ്ട്, വാൾനട്ടൊക്കെ ഉണ്ട്. വാൾനട്ട് അല്ല കേട്ടോ ഇത്. വീണ്ടും ഞാൻ പറഞ്ഞ കൊഴുപ്പിനെ കുടല് മറച്ചിരിക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഹരീസ എടുക്കണതിൻ്റെ കിച്ചണാണ് ഇവിടെ ഈ കാണുന്നത്. 150 രൂപ കേട്ടോ. 150 രൂപയ്ക്ക് ഒരു ചെറിയൊരു പ്ലേറ്റ് ഇത് കിട്ടും, ഇങ്ങനെ ഒരു ഹരീസയുടെ ഒരു പ്ലേറ്റ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ബ്രെഡാണ് അതിൻ്റെ ഒപ്പം. അൺലിമിറ്റഡ് ബ്രെഡ്, എത്ര ബ്രെഡ് ഈ കൊട്ടയിൽ ഇങ്ങനെ തീരുമ്പോൾ അവരിങ്ങനെ ഒരു ബക്കറ്റിൽ ഇങ്ങനെ ബ്രെഡ് ഇട്ടുകൊണ്ടേയിരിക്കും. അത് നല്ലൊരു കാര്യമായിട്ടൊക്കെ തോന്നുന്നത്. 150 രൂപയുടെ ഈ ഒരു കറിയുടെ ഒപ്പം അതിൻ്റെ ഒപ്പം ബ്രെഡ് ഫ്രീ ആണെന്ന് പറയുന്നത് അടിപൊളിയായിട്ടുണ്ട് സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു. എത്രയാണ്? 450. ഓക്കെ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സംഭവം ഞാൻ എടുത്ത് നോക്കിയോട്ടെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയാണ് ഹരീസ ഉണ്ടാക്കുന്നത്. ഈ കാണുന്നതാണ് ഹരീസയുടെ ഒരു ബൈ. ഓക്കെ, അടിപൊളി. इसको बोलते हैं हरीसा ज़ाफ़रानी, तोहफा ईरानी, याद रखो ज़ुबानी, ये दुकान है पुरानी, इसको खाते हैं खानदानी, खाए बूढ़ा पाए जवानी, इसमें ना कोई दुख ना कोई बीमारी. सुपर भाई. ये हरीसा का इंग्रेडिएंट्स क्या क्या है, मतलब क्या क्या डालेगा? क्या जाता है इसमें, इधर नहीं लेना है. सॉरी इसमें जाता है चावल जाते हैं, मीट जाता है, ज़ाफ़रान जाता है, गरम मसाले जाते हैं बहुत सारे. गरम मसाला आपका इधर कश्मीरी वाला गरम मसाला, स्पेशल गरम मसाला. जैसे कि ज़ाफ़रान है हमारा, ज़ाफ़रान इधर का सब. ओके, ये घी है, ये घी है, घी है जैतून है, देसी घी. देसी घी. देसी घी
There is for the ഈ ഹരീസ് അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഗീ ഗാർണിഷ് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കുക. ഗാർണിഷ് ആയിട്ട് ഓ ഏ ഊപ്പർ ചോട്ടാ ചോട്ട इसको बोलते हैं मेथी बोलते हैं. മേത്തി चटनी है ഓക്കെ സംഭവം നൈസ് ആയിട്ട്. അപ്പോൾ ഇതാണ് ഹരീസ്. നൈസ് ഫുഡ് ബ്രോ, വെരി നൈസ്. ഓക്കെ താങ്ക് യു.